വിജനമായ വീടിൻ്റെ തിണ്ണയിൽ നിന്നും ഷൂ ഇട്ട് പുറത്തേക്ക് ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? അതെ, ഞാൻ ട്രാവൽ പോവുകയാണ്. ട്രാവൽ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എൻ്റെ ഒരു കൂട്ടുകാരുടെ ചേട്ടൻ്റെ കല്യാണത്തിന് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഷോ എല്ലാം കാണിച്ച് ഞാൻ വണ്ടി കയറി. അനിയനാണ് കൊണ്ടിയാക്കുന്നത്. എന്തായാലും പയ്യാരെത്തി. പയ്യാരെത്തി കഴിഞ്ഞപ്പോൾ ഒറ്റ മനുഷ്യനില്ല. 8 മണിയാകുമ്പോൾ ഇത് പയ്യാറിൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. 8 മണിയാകുമ്പോൾ ഒറ്റ മനുഷ്യനുണ്ടാവില്ല. അതെ, കുറേ നേരം കുത്തിയിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു. ഓക്കെ, എന്തായാലും ചാടിയത് കയറി. ലാസ്റ്റ് ബസ്സും കൊണ്ടാണ് ഇരിട്ടിക്കുള്ളത്. സോ ഇരിട്ടി തലശ്ശേരി ത്രൂ ആണ് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ബസ്സിൽ കയറി. അങ്ങനെ ഒരു സീറ്റ് കിട്ടി. രാത്രി ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സീറ്റിൽ കയറി ചാടിയിരുന്നു. അങ്ങനെ സൈഡിലേക്ക് ഇതാണ്ടോ ജിസോ ബ്രോ, പുള്ളി അങ്ങോട്ട് പുള്ളി എറണാകുളത്തേക്കാണ്. അങ്ങനെ യാദൃശ്യമായി പുള്ളിനെ കണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷമുണ്ടായി. എന്തായാലും ബോറടിച്ചിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയായി. അങ്ങനെ ജിസോ ബ്രോൻ്റെ കൂടെയാണ് പിന്നീട് യാത്ര. അങ്ങനെ സൈഡിൽ എന്താ പറയുക, ഇരുട്ടാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിലെത്തി കേട്ടോ. തലശ്ശേരിയെത്തി കഴിഞ്ഞപ്പോൾ വല്ലാത്ത വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാവങ്ങളുടെ ഒരു മീലാണല്ലോ എപ്പോഴും പൊറോട്ടയും മുട്ടക്കറിയും. സോ ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു. സോ ജിസോ ബ്രോയും പൊറോട്ടയാണ് മേടിച്ചത്. കറി എന്തോ കുറുമ എന്തോ ആണ് മേടിച്ചത്. ഓക്കെ, സോ അങ്ങനെ ഞങ്ങൾ പൊറോട്ട എല്ലാം കഴിച്ചു. ആട്ട പൊറോട്ടയാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ വയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള സമാധാനത്തിൽ അതങ്ങ് കഴിച്ചു. സോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ കൗണ്ടറിലെത്തി കേട്ടോ. റെയിൽവേ കൗണ്ടറിൽ എത്തിയപ്പോൾ അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു കൗണ്ടറിലൊന്നും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ മേടിച്ച് മെല്ലെ അകത്തേക്ക് കയറി കേട്ടോ. പുറത്തൂടെയാണ് അകത്ത് കയറിയത്. എനിവേ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. അപ്പം നടന്നങ്ങനെ പോവുകയാണ്. അപ്പം പെട്ടെന്ന് ട്രെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കണം. മലബാർ എക്സ്പ്രസ് ആണ്. എനിവേ എന്തായാലും നല്ല തിരക്കുണ്ടാവും. ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് ഒരിക്കലും സീറ്റ് കിട്ടാനും പോകുന്നില്ല. എന്നാൽ ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സോ അങ്ങനെ ട്രെയിൻ നോക്കി മുന്നോട്ടേക്ക് നടക്കുകയാണ്. ട്രെയിനിൽ നല്ല തിരക്കുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ, എവിടെയെങ്കിലും സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് നടന്നു. ട്രെയിൻ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രെയിൻ എത്തി. അപ്പം ഞങ്ങൾ ഏകദേശം നിൽക്കുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ തന്നെയാണ് കേട്ടോ. സോ അവിടെ എന്തായാലും ട്രെയിൻ നിർത്തും. അപ്പോൾ പിന്നെ ട്രെയിനിൽ കയറി. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഏറെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഈ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. സോ പറ്റാവുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ട്രെയിനിൽ കയറുമ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ചയാണിത്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് എപ്പോഴും ആൾക്കാരിങ്ങനെ കയറി കിടക്കും. നേരത്തെ കാണിച്ച പോലെ തന്നെ എപ്പോഴും ഉണ്ടാവും. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇതേ തിരക്കെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 6:15 ആയപ്പോഴത്തേക്കും കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി അവനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്തു. ചെറിയൊരു കട്ടറൊക്കെ കുടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി. കുറച്ച് നേരം ഒന്ന് നേരം വെളുക്കാൻ നോക്കിയിരുന്നു. സോ അങ്ങനെ ഏകദേശം ഒന്ന് നേരമൊക്കെ വെളുത്തൊന്ന് വെട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോവുകയാണ്. ഓക്കെ, ഈ മുമ്പിൽ പോകുന്നവരായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ. സോ അങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഈ നാഗമ്പടം ബസ് സ്റ്റാൻഡ് പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാഗമ്പടം പള്ളിയുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന പള്ളിയാണ്. അന്തോണിസ് പുണ്യാളൻ്റെ പള്ളിയാണ്. സോ അവിടെ എന്തോ വർഷ അവസാനത്തെ ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഡയറക്റ്റ് കയറി ചെന്നു. ഒരു മെഴുകുതിരിയൊക്കെ മേടിച്ചു. അങ്ങനെ അന്തോണിസ് പുണ്യാളൻ്റെ ഒരു പേപ്പറുണ്ട്, അതിൻ്റെ അത് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിശ്വാസമുള്ളവർക്ക് അതിൽ നോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ എല്ലാ ചൊവ്വാഴ്ചയും 9 ചൊവ്വാഴ്ച അടുപ്പിച്ച് വന്നുകൊണ്ട് നമ്മുടെ ഇൻറ്റൻഷൻസൊക്കെ വർക്കൗട്ട് ആവുമെന്ന് ഉള്ള വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. സോ ഒരുപാട് വിശ്വാസികൾ അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. സോ അതെല്ലാം കണ്ടു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഇനിയിപ്പോൾ പാലാ ബസ്സിലേക്കാണ്. പാലാ ബസ് നോക്കിയിരുന്നു. അങ്ങനെ പാലാ ബസ് എത്തി. പാലാ ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ കിടങ്ങൂർക്കാണ് യാത്ര. അപ്പോൾ കിടങ്ങൂർ എത്തിക്കഴിഞ്ഞാൽ അവൻ വരാമെന്ന് പറഞ്ഞിട്ട്. സോ എങ്ങനെയായാലും കോട്ടയത്ത് നിന്ന് കിടങ്ങൂർ ബസ്സിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ്, ഇതൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാരകം പിന്നെ എപ്പോഴും കോട്ടയത്തുള്ള സ്ഥലം ആണ്. ഈ കാണുന്ന ഈ സംഭവം ഇതെപ്പോഴും ഇങ്ങനെ ഉണ്ടോ, വേസ്റ്റായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോയതാണ്. അപ്പം സ്ട്രൈറ്റ് ടു കിടങ്ങൂരാണ് കേട്ടോ. കിടങ്ങൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കും ചെക്കൻ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തായാലും. പിന്നെ വണ്ടിയിലേക്ക് പോയി. നിഗൂഢമായ വെല്ലുവിളി ചർച്ചകളൊക്കെ നടത്തി അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി കിടങ്ങൂരിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സോ ആക്ച്വലി അവൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ പറഞ്ഞത് അവിടുന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. ഓക്കെ, സോ അവൻ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് സ്റ്റേയും പുറത്താണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ 1-2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്താണ് സ്റ്റേ. സോ ആ ഒരു ഉദ്ദേശത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മെല്ലെ അവിടെ എവിടെയെങ്കിലും റൂം നോക്കാമെന്നുള്ള മൈൻഡിലാണ് പിന്നെ പോയത് കേട്ടോ. അപ്പം അങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് കണ്ട ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. അവനെപ്പോഴും കഴിക്കുന്നത്. ദേവാനുഗ്രഹത്തിൽ അവിടെ എത്തിയപ്പോൾ അത് അടച്ചേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഏറ്റുമാനൂർക്കാണ് പോയത് കേട്ടോ. ഏറ്റുമാനൂർ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ഒരു ബേക്കറിയാണത്.
ഗൈസ് ആക്ച്വലി ഇവിടുത്തെ ഈ ഫുഡ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി. അവൻ മസാല ദോശയാണ് മേടിച്ചത്. അവൻ മസാല ദോശ പറഞ്ഞ് 5 മിനിറ്റകത്ത് മസാല ദോശ വന്നു. പിന്നെ അരമണിക്കൂർ ഞാൻ എൻ്റെ ഫുഡ് വന്ന് നോക്കി. സോ അതുകൊണ്ട് എൻ്റെ ഫുഡ് വന്നപ്പോഴത്തേക്കും അവൻ്റെ ഫുഡ് ഏകദേശം കഴിഞ്ഞായിരുന്നു. പക്ഷേ ഇത് പൂരിയാണ് അവർ തന്നേക്കുന്നത്. പക്ഷേ പൂരിക്കകത്ത് അവൻ്റെ അതേപോലത്തെ സാധനങ്ങളാണ് മസാല ദോശക്കകത്തുള്ള ഉള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഐ മീൻ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചട്നി ഉണ്ടായിരുന്നു. ഇതെല്ലാം മസാല ദോശക്കകത്ത് ഉണ്ടായിരുന്നു. സോ അതെല്ലാം അവരെടുത്ത് എനിക്ക് പൂരിയിൽ തന്നിട്ടുണ്ട്. സോ സലാഡ് ആദ്യമായിട്ടാണ് ഞാൻ പൂരിക്കകത്ത് സലാഡ് കൂട്ടി കഴിക്കണം. ഓക്കെ, അപ്പോൾ സലാഡും ഉണ്ടായിരുന്നു. പൂരിക്കകത്ത് എന്തിനാണ് സലാഡ് നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ മേക്കാറും ഏറ്റുമാനൂരുകാരുടെ സ്റ്റൈലായിരിക്കും. എനിവേ എന്തായാലും അത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കഴിക്കേണ്ട തന്നെ വന്നു കേട്ടോ. സോ എൻ്റെ ഫുഡ് വന്നപ്പോഴത്തേക്കും അവൻ്റെ പാത്രം എംറ്റി ആയി കിടക്കുന്നുണ്ട്. തീർന്നു, കഴിച്ചു കഴിഞ്ഞു. സോ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ കഴിച്ചു കേട്ടോ. എന്തായാലും വിശപ്പാണല്ലോ എല്ലാത്തിനും കാരണം. അങ്ങനെ കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ റൂം നോക്കാനുള്ള പരിപാടിയിലേക്കായിരുന്നു. അങ്ങനെ റൂം നോക്കുന്ന ഭാഗമായി ഞങ്ങൾ എത്തിച്ചേർന്നത് കിടങ്ങൂർ ടൗണിലുള്ള എലഗൻസ് ബാറിലേക്കായിരുന്നു. ആ ബാറിൻ്റെ ഹോട്ടൽ റൂംസ് ഉണ്ടായിരുന്നു. സോ അത് പ്രതീക്ഷിച്ച് എന്നായിരുന്നു. അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഏകദേശം റൂംസ് എല്ലാം ഫുള്ള് ഫില്ലായിരുന്നു. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള റൂം അവിടെ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. സോ അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലം നോക്കിപ്പോയി. കിടങ്ങൂരിൽ നിന്ന് പാലായിക്ക് പോകുന്ന വഴിക്ക് മുത്തോലി എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അടുത്ത റൂം ഞങ്ങൾ നോക്കി പോയത് കേട്ടോ. ആക്ച്വലി ഇത് സമരിട്ടൻ റിസോർട്ട് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് അവർക്ക് അടിപൊളിയായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബിലോങ്ങിങ് ആയിട്ട് റൂംസും അവൈലബിൾ ആയിരുന്നു കേട്ടോ. സോ അങ്ങനെ ഞങ്ങളിവിടെ റൂം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം 2 റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 റൂംസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സോ റൂംസ് ഉണ്ട്, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരു ഫ്രൂട്ടും ഉണ്ട്, ചെറിയൊരു ഫ്രൂട്ട്. ഇതെന്നാ സംഭവം എന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായത്. കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതെന്നാ സംഭവം അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പക്ഷേ വെറൈറ്റി സാധനമാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനം. സോ കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതെന്നാന്ന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഞങ്ങളുടെ റൂം വരുന്നത് 3rd ഫ്ലോറിലായിരുന്നു കേട്ടോ. അപ്പം 3rd ഫ്ലോറിലേക്ക് പോയി. അപ്പം 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ബിൽഡിങ്ങിന്. സോ ആ താഴെ കാണുന്ന ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ. താഴെ കാണുന്ന ബിൽഡിങ്ങാണ് ഓഡിറ്റോറിയം. സോ ഇത് ഞങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനുള്ള ബിൽഡിങ്ങാണ് കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. സോ 3 ബെഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയ റൂമായിരുന്നേ. നേരത്തെ തന്നെ പരിപാടിക്ക് എത്തിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് വീഡിയോ ഷോട്ട് എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ പിന്നെ പരിപാടി കുറച്ച് നേരം കണ്ടു കേട്ടോ. ആട്ടവും പാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ സൈഡിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, സോ അപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പോയി. ബൊഫേ ആയിരുന്നു. സോ അത് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ നൈസായിട്ട് ആൻറ്റിയുടെ കുറേ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഈ ചങ്ങയൊക്കെ പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ട് നിന്ന് അടിക്കുന്നതാണ് കേട്ടോ ഈ മസാല ദോശ പരിപാടി. സോ പരിപാടി ഇപ്പോൾ ഏകദേശം പകുതി തീരാറായി. എന്നിട്ട് പുള്ളി ഒരേ കണ്ടിന്യൂറ്റിയാണ്. പുള്ളി ആ കോൺഫിഡൻസും പുള്ളിൻ്റെ നാളെ ന്യൂ ഇയറും കൂടിയാണ്. എന്നാലും പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാ പണി ചെയ്യുന്ന ആ പണിക്ക് അതിൻ്റേതായ ബഹുമാനം കൊടുക്കണം എന്ന് പറഞ്ഞ ഇതാണല്ലേ. അങ്ങനെ പുള്ളിയുടെ മസാല ദോശ അടിയെല്ലാം കണ്ട് ഞാൻ അങ്ങനെ നിന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഒരുപാട് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബോറടിയായിരിക്കും. സോ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ.